നമസ്കാരം, എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് കൂന്തൽ കറിയാണ്. നമ്മുടെ കൂന്തൽ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കൂന്തൽ കറി തയ്യാറാക്കാനുള്ള നമ്മുടെ പാൻ റെഡിയാണ്. നമുക്ക് പാനിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി കഷ്ണം ചെറുതായി ചോപ്പ് ചെയ്ത് നമ്മുടെ വെളിച്ചെണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. 5 വെളുത്തുള്ളി അല്ലി ചെറുതായി ചോപ്പ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 10 ചുവന്നുള്ളി 4ആയി പൊളന്നെടുത്ത് ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചുവന്നുള്ളി നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചുവന്നുള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്കിനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൊടികളെല്ലാം നമുക്ക് ചുവന്നുള്ളിയായിട്ട് നന്നായി മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം. ഏകദേശം 1/2 മിനിറ്റോളം നമ്മുടെ പൊടികളെല്ലാം നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൂന്തൽ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത കൂന്തലാണ്. ഇനി നമ്മുടെ മസാലയായിട്ട് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലയുമായിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഏകദേശം 1 മിനിറ്റോളം നമ്മുടെ കൂന്തൽ നമ്മുടെ മസാലയായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കൂന്തൽ ഏകദേശം 1 മിനിറ്റോളം മസാലയായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ അരമുറി തേങ്ങയുടെ 2ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏകദേശം 75 മില്ലിയോളം 2ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായി നമ്മുടെ 2ാം പാലിൽ നമ്മുടെ കൂന്തലൊന്ന് കുക്ക് ചെയ്യാം. നമ്മുടെ കൂന്തൽ ഏകദേശം 5 മിനിറ്റോളം 2ാം പാലിൽ നന്നായി കുക്കായി വരണം. നമ്മുടെ 2ാം പാലൊക്കെ ഒന്ന് വറ്റി നല്ല കൊഴുപ്പായി വരണം. അങ്ങനെ നമ്മുടെ കൂന്തൽ കറി ഏകദേശം 5 മിനിറ്റോളം 2ാം പാലിൽ നന്നായി കുക്കായി വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി 1/4 ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഉലുവയുടെ ഫ്ലേവറെല്ലാം നന്നായി വരുമ്പോൾ നമുക്ക് അരമുറി തേങ്ങയുടെ 1ാം പാൽ നല്ല കട്ടി 1ാം പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ചെറു തിള വരുന്നിടം വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഈ അവസരത്തിൽ നമുക്ക് കൂന്തൽ കറി ടേസ്റ്റ് ചെയ്ത് ആവശ്യത്തിന് സ്പൈസിക്കുള്ള കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കൂന്തൽ കറി ചെറു തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ നമ്മുടെ കൂന്തൽ കറി റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഒരു ബൗളിലോട്ട് ഡിഷ് ഔട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ അതീവ രുചികരമായ നമ്മുടെ കൂന്തൽ കറി റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ കൂന്തൽ കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.